അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയിൽ കൃത്രിമത്വത്തെ തുടർന്ന് BBC ഡയറക്ടർ ജനറൽ ടീം ഡേവിയും വാർത്താവിഭാഗം CEO ഡബൈ ടേൻസും രാജിവെച്ചു. 2021 ജനുവരി 6 വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ പ്രതിഷേധക്കാർ ആക്രമണത്തിന് മുമ്പ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്തതാണ് വിമർശനം ഉയർത്തിയത്. BBC ഡോക്യുമെന്ററിക്ക് വേണ്ടി പ്രസംഗം എഡിറ്റ് ചെയ്ത രീതി തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് വിമർശനം ഉയർന്നത്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് സംപ്രേഷണം ചെയ്ത ട്രംപ് എ സെക്കൻഡ് ചാൻസ് എന്ന പനോരമ ഡോക്യുമെന്ററിയിലാണ് വിവാദ പരാമർശം. 2021 ജനുവരി 6 വാഷിംഗ്ടൺ DC നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ ക്യാപിറ്റോളിലേക്ക് നടക്കാൻ പോകുന്നു, ഞങ്ങളുടെ ധീരരായ സെനറ്റർമാരെയും കോൺഗ്രസ് അംഗങ്ങളെയും സ്ത്രീകളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. പക്ഷേ ഡോക്യുമെന്ററിയിൽ പറയുന്നത്, നമ്മൾ ക്യാപിറ്റോളിലേക്ക് നടക്കാൻ പോകുന്നു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നമ്മൾ പോരാടുന്നു, നമ്മൾ കഠിനാധ്വാനം ചെയ്യുമെന്നതാണ്. We're going to walk down to the Capitol and I'll be there with you and we fight. We fight like hell. We're going to walk down to the Capitol and we're going to cheer on our brave senators and congressmen and women. ഇത്തരത്തിൽ പ്രസംഗത്തിന്റെ 2 ഭാഗങ്ങൾ തമ്മിൽ എഡിറ്റ് ചെയ്ത് ചേർത്തതിനെ തുടർന്നാണ് BBC ഡയറക്ടർ ജനറൽ ടിം ഡേവി, വാർത്താവിഭാഗം CEO ഡെബോറ ടേൺസും രാജിവെച്ചത്. അതുമാത്രമല്ല, തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം അഴിമതി നിറഞ്ഞതാണെന്ന് ട്രംപ് പറഞ്ഞതിൽ നിന്നും നരകം പോലെ പോരാടുക എന്ന പരാമർശമെടുത്തത്. ഇത്തരത്തിൽ BBCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നിലനിൽക്കുന്നത്. ഡോക്യുമെന്ററിയിൽ തെറ്റുവന്നതിന് പിന്നാലെ വൻ വിമർശനം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഡയറക്ടർ ജനറലും ന്യൂസ് CEOയും രാജിവെക്കേണ്ടി വന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.